മത്സരത്തിന്റെ നോർമൽ ടൈമിലെ ഇഞ്ചുറി ടീമിൽ സെനഗലിന്റെ ഗോൾ സോഫ്റ്റ് പുഷിനെ ചൊല്ലി അത് റിജക്ട് ചെയ്യുന്നു. പിന്നീട് മൊറോക്കോക്ക് വളരെ നോർമലായി ഉണ്ടായ ഫോൾ റഫറി സെനഗലിനെതിരെ പെനാൽറ്റി കൊടുക്കുന്നു. വാക്ക് തർക്കമാകുന്നു. സെനഗൽ മാനേജർ ടീമിനോട് കളി നിർത്തിപ്പോകാൻ ആഹ്വാനം ചെയ്യുന്നു. നാടകീയമായ രംഗങ്ങൾക്കിടയിൽ സാദിയോ മാനെ എന്ന മനുഷ്യൻ ടീമിനോട് കളിക്കാൻ ആവശ്യപ്പെടുന്നു. മൊറോക്കോക്ക് വേണ്ടി ആ പെനാൽറ്റി എടുക്കാൻ വരുന്നത് ബ്രഹീം ഡയസ് ആയിരുന്നു. അയാൾ ട്രൈ ചെയ്തത് പെനേഗ കിക്കായിരുന്നു. അത് നേരെ മെൻഡിയുടെ കയ്യിലേക്ക്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. സാദിയോ മാനയുടെ അടിപൊളി സ്കിൽ ചെയ്തപ്പോൾ പെപ്പെ ഗയയുടെ റോക്കറ്റ് ഷോട്ട് പോസ്റ്റിനുള്ളിലേക്ക്. സെനഗൽ കിരീടം നേടുന്നു. വാട്ട് എ സ്റ്റോറി. പ്രിയപ്പെട്ട സാദിയോ മാനെ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. മൊറോക്കോക്കെതിരെ നാടകീയമായ ഫൈനൽ വിജയത്തോടെ 2025 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് കിരീടത്തിലേക്ക് സെനഗലിനെ നയിച്ചത് സാദിയോ മാനെ തന്നെയാണ്. മൊറോക്കോക്ക് ലഭിച്ച വിവാദപരമായ പെനാൽറ്റിയെ തുടർന്ന് സെനഗൽ കളിക്കളം വിടാൻ പോകുന്ന അവസ്ഥയിലായിരുന്നു. ബ്രഹീം ഡിയാസിന്റെ സ്പോട്ട് കിക്ക് എഡ്വാർഡ് മെൻഡി സ്റ്റോപ്പേജ് സമയത്ത് സേവ് ചെയ്തതിനു ശേഷം മാന തന്റെ സഹതാരങ്ങളെ തുടരാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് അധിക സമയത്ത് പെപ്പെ ഗോഹിയ നേടിയ ഗോളിൽ സെനഗൽ കിരീടമുയർത്തി. 5 ഗോളുകൾ നേടി ഡയസ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി ഫിനിഷ് ചെയ്തു. അതേസമയം മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിലുടനീളം അൽ ഹിലാൽ താരം നിരവധി നിർണായക സേവുകളായിരുന്നു നടത്തിയത്. സാദിയോ മാനെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനലിലെ 95-ാം മിനിറ്റിൽ ഒരു കോർണർ കിക്ക് പ്രതിരോധിക്കുന്നതിനിടെ എൽ ഹാഡ്ജി ഡിയോം ബ്രഹീം ഡയസിനെ പിന്നിൽ നിന്ന് വലിച്ചു. വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി ഒരു പെനാൽറ്റി അനുവദിച്ചു. ഈ തീരുമാനം സെനഗൽ ക്യാമ്പിനുള്ളിൽ പ്രതിഷേധത്തിന് കാരണമായി. മുഖ്യ പരിശീലകൻ പാപ്പെ തിയാവ് ആദ്യം തന്റെ കളിക്കാരോട് പ്രതിഷേധിച്ച് മൈതാനം വിടാൻ നിർദ്ദേശിച്ചു. മത്സരം തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞപ്പോൾ മാന ഇടപെട്ട് തന്റെ സഹതാരങ്ങളെ പിച്ചിലേക്ക് മടങ്ങാനും കളി തുടരാനും ആവശ്യപ്പെട്ടു. പെനാൽറ്റി ഭീഷണി അതിജീവിച്ച് ആഫ്കോൺ ട്രോഫി വീണ്ടും ഉയർത്തിയതോടെ ആ തീരുമാനം ഒടുവിൽ നിർണായകമായി. മത്സരശേഷം നടന്ന അഭിമുഖത്തിൽ മാനെ ആ നിമിഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കളിക്കുന്നത് തുടരേണ്ടത് പ്രധാനമാണെന്ന് തനിക്ക് തോന്നിയതിന്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചു. റഫറിക്ക് തെറ്റ് പറ്റാമെന്നതിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ശരിയല്ല. ഏറ്റവും പ്രധാനമായി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. അവർക്ക് കളി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇങ്ങനെ ഫുട്ബോൾ മത്സരം നിർത്തുന്നത് ന്യായമല്ല. മത്സരം കളിക്കേണ്ടത് ശരിക്കും പ്രധാനമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ജയിക്കാനോ തോൽക്കാനോ കഴിയുമായിരുന്നെങ്കിലും അത് പ്രശ്നമല്ല. പക്ഷേ ഫുട്ബോൾ കളിക്കണം. അയാൾ എന്തൊരു മനുഷ്യനാണ്. മുമ്പൊരിക്കൽ സാദിയോ മാനെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? വിലപിടിപ്പുള്ള കാറുകൾ വാങ്ങുന്നതിലോ മറ്റുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിലോ ഞാൻ അധികം ശ്രദ്ധ നൽകാറില്ല. ഞാനെപ്പോഴും മുൻഗണന നൽകാറുള്ളത് സെനഗലിലുള്ള ജനങ്ങളുടെ ജീവിതത്തിനാണ്. അവർക്ക് നല്ല ഭക്ഷണവും നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങളും സ്കൂളുകളും ബെഡുകളും നൽകുക എന്നതാണ് എൻ്റെ പ്രയോറിറ്റി. എൻ്റെ ജനതയെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. പക്ഷേ പണം ഉപയോഗിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള കാറുകളും ആഡംബര വില്ലകളും വാങ്ങുന്ന ഫുട്ബോൾ താരങ്ങളോട് എനിക്ക് ബഹുമാനം മാത്രമാണുള്ളത്. കാരണം അവരുടേതായ രീതിയിൽ ചിലവഴിക്കാനുള്ള അർഹത അവർക്കുണ്ട്. എൻ്റെ പണം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. എനിക്ക് തൻ്റേതായ ഐഡന്റിറ്റികളുണ്ട്. ആഡംബര വില്ലുകൾ വാങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ എല്ലാവരും നല്ലൊരു കണ്ടീഷനിൽ ജീവിക്കുക എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെ, ഇയാൾ ശരിക്കും സെനഗൽ ഫുട്ബോൾ ടീമിൻ്റെ ഹീറോയല്ല, ആ രാജ്യത്തിൻ്റെ തന്നെ ഹീറോയാണ്.